ഓക്കെ സ്റ്റുഡൻസ്, നമുക്കിപ്പോൾ ഒരു റിക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യാൻ ഐട്രേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്കിതിനെ നോക്കേണ്ടത്. ഓക്കെ, നമുക്കിപ്പോൾ നിലവിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2t n/2 + n. അതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട് ടി ഓഫ് 1 ഈക്വൽ ടു 1. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നിട്ടുള്ളത് എടുത്ത് എഴുതുക. ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2t n/2 + n. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിനെ ഇക്വേഷൻ 1 എന്നങ്ങ് എടുക്കുക. ദെൻ നമ്മളിനി അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന വാല്യൂ ആണ്. ഇപ്പോൾ ഈ ടി ഓഫ് എൻ തന്നിരിക്കുന്ന അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 2t n/2 + n എന്നാണ്. നമ്മളതിൽ t n/2-നുള്ളതിന് വാല്യൂ ഇല്ല. സോ നമ്മൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇക്വേറ്റിംഗ് n ഈസ് ഈക്വൽ ടു n/2 in 1. നമുക്ക് എന്നിൻ്റെ വാല്യൂ എവിടെയൊക്കെ വരുന്നു അവിടെ n/2 കൊടുക്കണം. എവിടെ കൊടുക്കണം? തന്നിട്ടുള്ള ഇക്വേഷൻ 1 കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെ മാറും? ടി ഓഫ് n/2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ടി ഓഫ് n/2 ഇൻറ്റു 2 പ്ലസ് n/2. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ടി ഓഫ് n/2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു t n/4 പ്ലസ് n/2. ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് എടുക്കാം. ദെൻ അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടി ഓഫ് n/2-ൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ t n/2-ൻ്റെ വാല്യൂ ഉണ്ട്. എത്രയായിരുന്നു അത്? 2 ഇൻറ്റു t n/4 പ്ലസ് n/2. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. നമുക്ക് നിലവിൽ ആദ്യം തന്നിട്ടുള്ള ഇക്വേഷൻ്റെ അകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്താവും? ടി ഓഫ് എൻ്റെ വാല്യൂ ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ ടി ഓഫ് n/2 എന്നാണ് കൊടുത്തേക്കുന്നത്. ടി ഓഫ് n/2-ൻ്റെ വാല്യൂ ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടെത്തിയത്. അതിന് നമുക്ക് എഴുതാം 2t n/4 പ്ലസ് n/2 പ്ലസ് ഇവിടുത്തെ ഈ n ടോപ്പിൽ ബാക്കി കിടക്കുന്നത്. സോ ഇതെങ്ങനെ മാറും? 4t n/4 ഈ 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പ്ലസ് n/2 ഇൻറ്റു 2 പ്ലസ് n. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4t n/4 പ്ലസ് ഈ 2-ഉം കൂടെ ക്യാൻസലായി പോകും. n പ്ലസ് n ഈസ് ഈക്വൽ ടു 4t n/4 പ്ലസ് 2n എന്ന് എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? 2t n/2 പ്ലസ് 2n എന്നും എഴുതാം. ഇതിനെ നമുക്ക് ഇക്വേഷൻ 3. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഇതിനെ ഇക്വേഷൻ 3 ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മുടെ പുതിയ ടി ഓഫ് എന്നിൽ എന്ത് കിട്ടി? പുതിയൊരു വാല്യൂ വന്നു. ടി ഓഫ് n/4 എന്നുള്ളൊരു വാല്യൂ കിട്ടി. ഇതിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്റിംഗ് n ഈക്വൽ ടു n/4 in 1 നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷനിനകത്ത് ഇക്വേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷനാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇക്വേഷനാണ്. ഓക്കെ, അതെന്തായിരുന്നു? ടി ഓഫ് n ഈസ് ഈക്വൽ ടു
ടു ടി ഓഫ് എൻ ബൈ ടു പ്ലസ് എൻ. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ 1 ആയിരുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മളിതാ ഇത് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ വരും? ടി ഓഫ് എൻ ബൈ 4 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 4 ഇൻറ്റു 2 പ്ലസ് എൻ ബൈ 4. ഇത് നമുക്കെങ്ങനെ എഴുതാം? ടി ഓഫ് എൻ ബൈ 4 ഈസ് ഈക്വൽ ടു 2 ടി ഓഫ് എൻ ബൈ 8 പ്ലസ് എൻ ബൈ 4 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇതിനെ നമുക്ക് ഇക്വേഷൻ 4 ആക്കി എടുക്കാം. ദെൻ ഈ കിട്ടിയ ഇക്വേഷൻ 4നെ നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 4 ഇൻ 3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ തേർഡ് ഇക്വേഷൻ ഇതായിരുന്നു. ആ 4t എൻ ബൈ 4 പ്ലസ് 2n എന്ന് വരുന്നത്. അതിൻ്റെ അകത്തോട്ട് ഇത് ഇക്വേറ്റ് ചെയ്യുമ്പം പുതിയ ടി ഓഫ് എൻ്റെ വാല്യൂ എന്ന് പറയുമ്പം ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ബാക്കി ടി ഓഫ് എൻ ബൈ 4ൻ്റെ വാല്യൂ ആണ്. ഇവിടെ എങ്ങനെ എഴുതാം? 2t എൻ ബൈ 8 പ്ലസ് എൻ ബൈ 4 പ്ലസ് ബാക്കി മുകളിൽ കിടക്കുന്ന വാല്യൂ ഏതാ? 2n. ടി ഓഫ് എൻ ബൈ 4നും പകരം നമ്മളിപ്പോൾ വാല്യൂ കൊടുത്ത് പ്ലസ് 2n. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 8t എൻ ബൈ 8 പ്ലസ് എൻ പ്ലസ് 2n. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം? 8t എൻ ബൈ 8 പ്ലസ് 3n എന്ന് എഴുതാം. ഇതിനെ നമ്മൾ ഇക്വേഷൻ 5 എന്ന് എടുത്തു. അപ്പോൾ നമ്മുടെ പുതിയ ടി ഓഫ് എൻ കിട്ടിയായിരുന്നു. ഓക്കെ അല്ലേ? ദെൻ ഇപ്പം നമുക്കൊരു പുതിയ വാല്യൂവിൻ്റെ അകത്ത് വന്നു. പുതിയ ടി ഓഫ് എൻ കിട്ടി. ടി ഓഫ് എൻ ബൈ 8. ഇതിന് നമ്മുടെ കയ്യിൽ വാല്യൂ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേറ്റിംഗ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ 8 ഇൻ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിന് തന്നിട്ടുള്ള ഇക്വേഷനിൽ തൊട്ട് മുകളിൽ കിടക്കുന്ന ഈ ഇക്വേഷനാണ്. ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2t എൻ ബൈ 2 പ്ലസ് എൻ എന്നുള്ള ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് പുതിയ ടി ഓഫ് എൻ ബൈ 8 എന്നുള്ള ഇക്വേഷൻ ഫോം ആവും. അതിൻ്റെ അത് എന്ത് കിട്ടും? 2 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 8 ഇൻറ്റു 2 പ്ലസ് എൻ ബൈ 8 എന്നുള്ളൊരു ഇക്വേഷൻ ഫോം ആവും. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ടി ഓഫ് എൻ്റെ അകത്ത് ഈ എന്നിനും പകരം എൻ ബൈ 8 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോഴാണ്. എന്നിനും പകരം ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു എൻ ബൈ 8 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആവുന്നത്. അപ്പോൾ നമ്മുടെ ടി ഓഫ് എൻ ബൈ 8ൻ്റെ വാല്യൂ എന്ത് കിട്ടി? 2t ഇൻറ്റു എൻ ബൈ 16 പ്ലസ് എൻ ബൈ 8. ഇതിനെ നമുക്ക് ഇക്വേഷൻ 6 എന്നെടുക്കാം. അപ്പോൾ ഇക്വേഷൻ 6 വരെ നമ്മൾ ജനറേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇപ്പം കിട്ടിയ ടി ഓഫ് എൻ ബൈ 8നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് എവിടെയോട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണേ? തൊട്ട് മുന്നേ കിട്ടിയ ഈ ഇക്വേഷൻ.
ഫിഫ്ത്ത് ഇക്വേഷനിലോട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ എന്തുമായിരുന്നു? ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 8t(n/8 + 3n) എന്നുള്ള ഇക്വേഷനകത്താണ് ടി ഓഫ് n/8 പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താവും? ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു ടി ഓഫ് n/8ൻ്റെ വാല്യൂ 2t n/16 പ്ലസ് n/8 പ്ലസ് ഇതിൻ്റെ അകത്ത് ഇനി ബാക്കി ഫിഫ്ത്ത് ഇക്വേഷനിൽ എന്താ ഉള്ളത്? 3n ആണുള്ളത് പ്ലസ് 3n. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 16 8 അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16t n/16 പ്ലസ് ഈ 8ഉം അകത്ത് ആ 8ഉം കൂടെ കട്ടായി പോകും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്. സോ n മാത്രമാവും പ്ലസ് 3n. അപ്പോൾ എന്താവും? 16t n/16 പ്ലസ് 4n. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് 2⁴ t ഓഫ് n/2⁴ പ്ലസ് 4n. ഇത് ഇക്വേഷൻ 7. നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള ടി ഓഫ് എൻ്റെ വാല്യൂ, ഇത് ടി ഓഫ് എൻ ആണ്. ടി ഓഫ് എൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് 16t n/16 പ്ലസ് 4n നമുക്ക് 2⁴ ടി ഓഫ് n/2⁴ പ്ലസ് 4n എന്ന് എഴുതാം. അതുപോലെ തൊട്ട് മുന്നത്തെ ടി ഓഫ് എൻ നോക്കുന്ന സമയത്ത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നു? 2⁴ ടി ഓഫ് n/2⁴ പ്ലസ് 3n എന്ന് എഴുതാമായിരുന്നു. ഓക്കെ അല്ലേ? ഈ ടി ഓഫ് എന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 8t n/8 പ്ലസ് 3n നമുക്ക് എങ്ങനെ എഴുതിയിടുക? 2⁵ ടി ഓഫ് n/2⁵ പ്ലസ് 3n എന്ന് എഴുതാൻ പറ്റുമായിരുന്നു. ഓക്കെ, അതിനും തൊട്ട് മുന്നത്തെ ടി ഓഫ് എന്നെ നമ്മളെങ്ങനെ എഴുതി? 4t n/4 പ്ലസ് 2n എന്ന് കിടന്ന ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2² ടി ഓഫ് n/2² പ്ലസ് 2n എന്ന് എഴുതാൻ പറ്റുമായിരുന്നു. ഓക്കെ അല്ലേ? ഇക്വേഷൻ 3ൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നു. ഇക്വേഷൻ 5 ആയപ്പോൾ നമുക്ക് 2³ n/2³ പ്ലസ് 3n എന്ന് എഴുതാം. ഇനി ഇക്വേഷൻ 7 വന്നപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? ടി ഓഫ് n 2⁴ ടി ഓഫ് n/2⁴ പ്ലസ് 4n എന്ന് എഴുതാൻ പറ്റുമായിരുന്നു. ഓക്കെ അല്ലേ? സോ നമുക്ക് ഇതിൽ നിന്ന് ഒരു ജനറൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. ജനറലി നമുക്ക് ടി ഓഫ് എൻ എങ്ങനെ എഴുതാം? ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2k ടി ഓഫ് n/2k പ്ലസ് kn. ഇങ്ങനെ എഴുതാം. ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എടുത്ത് കിട്ടിയതുകൊണ്ട് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2k ടി ഓഫ് n/2k പ്ലസ് kn എന്ന് എഴുതാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് വേറൊരു സാധനം തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്? നമുക്ക് ഈ ടി ഓഫ് എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് k ടൈംസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ജനറൽ ഇക്വേഷനാണ് ഈ താഴെ എഴുതിക്കുന്നത്. ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2k ടി ഓഫ് n/2k പ്ലസ് kn എന്ന് എഴുതാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം തന്നിട്ടുണ്ടായിരുന്നു. ടി ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഈ ടി ഓഫ് 1 നമുക്ക് എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമല്ലോ. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? ഈ തന്നിട്ടുള്ള ജനറൽ ഇക്വേഷൻ്റെ അകത്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എവിടെ ചെയ്യാം? ഇവിടെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യുക? ഈ ടേമിനെ 1 ആക്കണം. സോ n/2k എന്നുള്ള വാല്യൂവിനെ നമ്മൾ എന്താക്കി? 1 ആക്കണം.
അതിന് 1 ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂവിന് 2k എന്ന് കൊടുക്കുക. n 2k കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതെന്താവും? T of 2k ഡിവൈഡ് ബൈ 2k വിച്ച് ഈസ് ഈക്വൽ ടു T of 1 എന്ന് കിട്ടും. ഇതിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടും. പക്ഷേ നമുക്കിവിടെ n ഈസ് ഈക്വൽ ടു 2k എന്നാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കെയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി n ഈസ് ഈക്വൽ ടു 2kയുടെ രണ്ട് സൈഡിലും ലോഗ് ആഡ് ചെയ്ത് കൊടുക്കുക. ലോഗ് ടു ദ ബേസ് n ഈസ് ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് 2k. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് ടു ദ ബേസ് 2k എന്ന് പറയുന്നത് k തന്നെയാണ്. k ഈസ് ഈക്വൽ ടു ലോഗ് n എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, സോ നമ്മളെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട്? കെയുടെ വാല്യൂ ലോഗ് n എന്ന് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വാല്യൂ 2k എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്ക് T of 1ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഏരിയ കിട്ടിയായിരുന്നു. സോ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ വാല്യൂ നമ്മളെന്ത് പറഞ്ഞു? 2k ആണ്. 2k എന്നുള്ളിടത്തൊക്കെ നമുക്ക് n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ നമ്മളിനി ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ജനറൽ ഇക്വേഷന് ഇതിൻ്റെ അകത്തോട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. അതിനെന്താ ചെയ്യുന്നത്? ജനറൽ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ T of n ഈസ് ഈക്വൽ ടു 2k T of n ബൈ 2k പ്ലസ് kn എന്നായിരുന്നു നമുക്ക് ലാസ്റ്റ് കിട്ടിയ സാധനം. അതിൻ്റെ അകത്തോട്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ n ഇൻറ്റു T of 1 പ്ലസ് കെയ്ക്കും പകരം ലോഗ് n കൊടുക്കുക ചെയ്യുന്നത്. n ഇൻറ്റു ലോഗ്. T of 1ൻ്റെ വാല്യൂ നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 1 എന്ന്. സോ n ഇൻറ്റു 1 പ്ലസ് n ലോഗ് വിച്ച് ഈസ് ഈക്വൽ ടു n പ്ലസ് n ലോഗ്. സോ നമ്മളെ ടൈം കോംപ്ലക്സിറ്റി T of n എന്ന് പറയുന്നത് എന്തെടുക്കാം? ഇതിൽ n പ്ലസ് n log n വരുവാണെങ്കിൽ നമ്മൾ n log n മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ വിച്ച് ഈസ് ഈക്വൽ ടു ബിഗ് ഓഫ് n log n. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം ഏതായിരുന്നു? ഇതായിരുന്നു പ്രോബ്ലം. T of n ഈസ് ഈക്വൽ ടു 2t n/2 പ്ലസ് n.